സാഹസികമായി ഒരു നാട് കാണുന്നതിനൊപ്പം ക്ഷീരപഥം കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ലഡാക്കിലേക്ക് പോയാൽ മതി. ലഡാക്കിലെ ഹാൻലെയിലാണ് ഇത്തരത്തിൽ ഒരു അത്ഭുത കാഴ്ച കാണാൻ സാധിക്കുന്നത്. പ്രകാശമലിനീകരണം ഒട്ടുമില്ലാത്ത രാത്രികളിലെ തെളിഞ്ഞ ആകാശ കാഴ്ചകളാണ് ഹാൻലെയുടെ പ്രധാന സവിശേഷതകളിലൊന്ന്. ഇത് തിരിച്ചറിഞ്ഞ് ഹാൻലെയെ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടേക്കുള്ള യാത്രയും രാത്രിയിലെ ആകാശവും യാത്രികർക്ക് മറക്കാനാകാത്ത അനുഭവങ്ങളായിരിക്കും നൽകുക. ഇപ്പോഴാണ് ഡാർക്ക് സ്കൈ റിസർവായി ഹാൻലെയെ പ്രഖ്യാപിച്ചതെങ്കിലും നേരത്തെ മുതൽ ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് അടക്കമുള്ളവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഇവിടെ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് എന്ന പദവിക്ക് വേണ്ടി പല നിയന്ത്രണങ്ങളും ഹാൻലെയിൽ വരുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളിലെ ജനാലുകളിലും വാതിലുകളിലും കർട്ടനുകൾ സ്ഥാപിക്കണമെന്നത് നിർബന്ധമാക്കി. വീടുകളിലും വാഹനങ്ങളിലും കൃത്രിമ വെളിച്ചം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വാനനിരീക്ഷണ കേന്ദ്രത്തിന് ചുറ്റുമുള്ള 1073 കിലോമീറ്റർ പ്രദേശമാണ് ഹാൻലെ ഡാർക്ക് സ്കൈ റിസർവായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹിമാലയത്തിലെ മഴനിഴൽ പ്രദേശത്താണ് ഹാൻലെ സ്ഥിതി ചെയ്യുന്നത്. ഇതും വർഷത്തിൽ കൂടുതൽ ദിവസങ്ങൾ തെളിഞ്ഞ ആകാശം ഉറപ്പുവരുത്താൻ സഹായകമായി. ഏതാണ്ട് 4500 മീറ്റർ ഉയരത്തിൽ സരസ്വതി കൊടുമുടിയിലാണ് ഹാൻലെയിലെ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തെ തന്നെ ഏറ്റവും ഉയരത്തുള്ള വാനനിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് ഹാൻലെയിലേക്ക് വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കാൻ വന്നപ്പോൾ നാട്ടുകാർ സംശയത്തോടെയായിരുന്നു കണ്ടിരുന്നതെന്ന് പദ്ധതിയിലെ പ്രധാനിയായ ഡോർജെ ആങ്ചുങ് പറയുന്നു. എന്നാൽ പിന്നീട് വാനനിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടുത്തി. കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുകയും പ്രദേശത്തേക്ക് കൂടുതൽ സഞ്ചാരികൾ വരികയും ചെയ്തതോടെ നാട്ടുകാരുടെ മനോഭാവത്തിലും മാറ്റങ്ങളുണ്ടായി. തിരഞ്ഞെടുത്ത 24 നാട്ടുകാരെ ദൂരദർശിനിയുടെ പ്രവർത്തനം പഠിപ്പിച്ചു. പിന്നീട് ഇവർ ഹാൻലെയിലെത്തുന്ന യാത്രികരുടെ ഗൈഡുകളായി. ഹാൻലെയിലുടെയും അവിടുത്തെ ആകാശത്തിന്റെയും സവിശേഷതകൾ കൂടി നാട്ടുകാരെ ബോധ്യപ്പെടുത്താനായതിന്റെ അടുത്ത ചുവടാണ് ഡാർക്ക് സ്കൈ റിസർവ് പ്രഖ്യാപനം. ലേയിൽ നിന്ന് തെക്കുകിഴക്ക് ദിശയിൽ 270 കിലോമീറ്റർ അകലെയാണ് ഹാൻലെ. 7 മുതൽ 8 വരെ മണിക്കൂർ റോഡ് യാത്രയ്ക്കൊടുവിലെ ഹാൻലെയിലേക്ക് എത്താനാകൂ. സമുദ്രനിരപ്പിൽ നിന്ന് 11,480 അടി ഉയരത്തിലുള്ള പ്രദേശമാണ് ലേ. ഇതിലും ഉയരത്തിൽ 14,700 അടി ഉയരത്തിലാണ് ഹാൻലെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം ലേയിലെത്തി 2 ദിവസമെങ്കിലും കാലാവസ്ഥയുമായി ഇണങ്ങിയതിനു ശേഷം മാത്രം ഹാൻലെയിലേക്ക് തിരിക്കുന്നതായിരിക്കും ഉചിതം. വിദൂര ഹിമാലയൻ ഗ്രാമത്തിലെത്തിയാൽ താമസ സൗകര്യം പരിമിതമാണ്. വാനനിരീക്ഷണ കേന്ദ്രത്തിലേക്ക് ഗൈഡുകളായി വരുന്നവരോട് തന്നെ താമസത്തിന്റെ കാര്യവും ചോദിച്ചുറപ്പിക്കുന്നതാകും നല്ലത്. വർഷത്തിൽ ഏതാണ്ട് എല്ലാ ദിവസവും തെളിഞ്ഞ ആകാശം കാണാനാകുന്ന പ്രദേശമാണ് ഹാൻലെ. ഹിമാലയൻ ഗ്രാമമായതിനാൽ മഞ്ഞുകാലത്ത് കൊടും തണുപ്പായിരിക്കും ഇവിടെ. രാത്രികളിൽ -20 വരെയൊക്കെ താപനില താഴാറുണ്ട്. എങ്കിലും മഞ്ഞു പെയ്യുക സാധാരണമല്ല. സഹിക്കാവുന്ന കാലാവസ്ഥയും തെളിഞ്ഞ ആകാശവും പ്രതീക്ഷിക്കാവുന്ന മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് യാത്രികർക്ക് പറ്റിയ സമയം. സാധ്യമെങ്കിൽ പൂർണ്ണചന്ദ്രനുള്ള ദിവസം തന്നെ ഹാൻലെയിലേക്ക് തങ്ങാൻ ശ്രമിക്കാം. അങ്ങനെയെങ്കിൽ ഹാൻലെ കാഴ്ചകളുടെ സ്വർഗീയ വിരുന്നായിരിക്കും ഒരുക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.